വരുന്നുണ്ട്. അവന്റെ ഈ അങ്കലാപ്പ് വണ്ടി എടുത്ത് ആദ്യം കത്തിക്കണം. താനെന്തിനാ ഇവിടെ വന്ന്? എന്തിനാണെന്നോ? നീ എന്തിനാ അവന്റെ പരങ്ങനെ എടുത്തോണ്ട് പോയത്? അതമ്മേ, കാറ്റ് വളരേണ്ട മിണ്ടാപ്രാണിയെ ഇവൻ തുടലിട്ട് പൂട്ടിക്കൊണ്ടിരുന്ന് ഉപദ്രവിക്കായിരുന്നു. ഞാൻ അതിനെ കാട്ടിക്കൊണ്ട് അയച്ചു വിട്ടു. ചതിച്ചോ ദൈവമേ? ഏത് കാട്ടിലാ വിട്ടത്? ഈ ചുറ്റുവട്ടത്തൊക്കെ കാണുന്നുണ്ട്. പേര് വിളിച്ചാൽ തന്റെ കുരങ്ങ് വരുവോളൂ? വരും സാറേ. എന്നാ പോയി വിളിച്ചെടുത്ത്. അയ്യോ, നിന്നെ കൊണ്ട് ഞാൻ തോറ്റല്ലൂടാ മോനെ. നല്ലതൊന്നൊരു വാക്ക് ആരെ കൊണ്ട് പറയിക്കില്ല എന്ന് വാശിയാണല്ലേ? വിശക്കുന്നു, വല്ല ഉണ്ടായിത്താ. ഭാനു, ഏതായാലും ഒരു ഗുണമുണ്ട്. മോഹനെ കുറിച്ച് എവിടെ ചെന്ന് ആരോട് അന്വേഷിച്ചാലും ഒറ്റ അഭിപ്രായമേ പറയൂ, രണ്ടാമതൊന്നുമില്ല. കടപ്പുറത്ത് ചെന്ന് അവന്റെ പേരെന്ന് പറഞ്ഞു നോക്കിയേ. കടലിന്റെ തിരകൾ ചീന്നും പറഞ്ഞ് ചീറ്റിക്കൊണ്ടുവരും. അതാണ് സ്ഥിതി. മേരിക്കുട്ടിയെ, മോളെ മേരിക്കുട്ടി, മണി 8 കഴിഞ്ഞ് നീ ചന്തേ പോകുന്നില്ലേ? ഞാൻ പോവാ. ഇതാ വെളിച്ചെണ്ണയ്ക്ക് വില കൂടുതലാണ്, കടലെണ്ണ വാങ്ങിച്ചാൽ മതി. പലചരക്കടയിൽ ബാക്കി കൊടുക്കണ്ടപ്പാ. അത് ഞാൻ വൈകിട്ട് അതുവഴി ചെല്ലുമ്പോൾ കൊടുത്തേക്കാന്ന് പറ. വേഗം പോ. അച്ഛനെ, മേരിക്കുട്ടി വരുന്നുണ്ട്. നീ എങ്ങോട്ടാ? ചന്തയിലേക്ക്. ഞങ്ങൾ കൊണ്ടുവിടാ. വേണ്ട. പിടിച്ച് വണ്ടി കയറടാ. കുറ്റയും പട്ടിയായിട്ടാണ് ഒരു നല്ല സ്ഥലത്തേക്ക് വരണം. പതിനാല്, 15, 16, 17, 18, 19, 20, 21. തന്റെ മകളെ ആ മോഹൻ ഉത്സവം കൂടെ ജീപ്പെ പിടിച്ച് കെട്ടിക്കൊണ്ട് പോയി. ചതിച്ചോ കർത്താവേ? എങ്ങോട്ടാ കൊണ്ടുപോയത്? വിലാസിയുടെ വീട്ടിലേക്കാണെന്ന് തോന്നുന്നു. അറിവില്ലായ്മ കൊണ്ട് അവൾ എന്തെങ്കിലും പറഞ്ഞു കാണും. ക്ഷമിച്ചോളാ. ഇനി അവളെതിരൊന്നും പറയല. പട്ടി, ഞാനും നിന്നെ പോലെയാണ് കരുതോടി. പെണ്ണിന് കുടുംബത്ത് പോയി അപ്പനെ കാണണ്ടാന്ന് തോന്നുന്നു. കാണണ്ടാ, എന്നാലും നീ ഒന്നും വിചാരിക്കുന്നത് നടക്കത്തില്ലടാ. ശരി, എങ്കിൽ അത് തന്നെ ഒന്ന് പരീക്ഷിച്ചാളെ. തറാമോളി പോ. പോകാൻ ഞാനും പോണോ ആശാനെ? വേണ്ട, നീ നിക്ക്. എന്റെ കർത്താവേ, പോലീസാണെന്നോ തോന്നുന്നേ. ആശാനെ, ഞാനൊന്ന് മൂത്ത് ഒഴിച്ചിട്ട് വരാം. നിന്നെ ഇവിടുന്ന് പോലീസ് പിടിക്കാനുള്ള ഗതി എന്താണെന്നറിയാലോ. അതുകൊണ്ട് അനങ്ങി പോരുക. പോയിക്കോളൂ. ഓ, നീയായിരുന്നോ? എന്ത് വേണം? മേരിക്കുട്ടി എവിടെ? മേരിക്കുട്ടിയോ? ഏത് മേരിക്കുട്ടി? എന്റെ മകള്. തന്റെ മോള് തന്റെ വീട്ടിൽ കാണും. നിങ്ങൾ അവളെ ജീപ്പിൽ കയറ്റി കൊണ്ടുപോയത് കണ്ടവരുണ്ട്. അതിനിപ്പോ എന്ത് വേണം? മര്യാദയ്ക്ക് അവളെ ഇറക്കി വിടൂ. ഇല്ലെങ്കിൽ ഇറക്കിക്കൊണ്ട് പോകും. എങ്കിൽ അതൊന്ന് കാണട്ടെ. മോളെ, നിന്നെ അവൻ ഉപദ്രവിച്ചൊന്നുമില്ലല്ലോ മോളെ? ഇല്ലപ്പാ. ശ്രീധരൻ കുഞ്ഞിനെ വഴി വെച്ച് കണ്ടുകൊണ്ട് എന്റെ മോടെ മാനം പോയില്ല. ഈശ്വരൻ എനിക്ക് ഒരേ ഒരു മകനെ തന്നു. അവനിങ്ങനെ ആയിപ്പോയി. എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും മത്തായിക്കുട്ടി? കൊച്ചമ്മയെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, സഹിക്കാൻ വയ്യാതായി, അതുകൊണ്ട് വന്നതാ. ഇങ്ങനെ ഒരു മകൻ ഇല്ലാതിരിക്കായിരുന്നു ഭേദമെന്ന് എനിക്കിപ്പോ തോന്നുന്നു. ഏതായാലും മത്തായിക്കുട്ടി പോയിക്കോളൂ. അവൻ വരട്ടെ, ചോദിക്കാം. അയ്യോ, അങ്ങനെ ചോദിച്ചാൽ മാത്രം പോരെ കൊച്ചമ്മേ. എന്നാ അവനെ കൂടെ തല്ലിക്കൊല്ലാം. എന്നിട്ട് ഞങ്ങൾ ജയിലിൽ പോയേക്കാം. തൃപ്തിയാവോ മത്തായിക്ക്? മത്തായിയോട് ഇങ്ങനൊന്നും പറയരുത്. ഇവിടുത്തെ ചോറാണ് ഈ തടി. ചായക്കട തുടങ്ങാനുള്ള പണം മരിച്ചുപോയ ഇവിടുത്തെ ഏമാനാണ് തന്നത്. ഇങ്ങനെ ഒരു കാര്യമുണ്ടായാൽ മത്തായി ഇവിടെ ഒന്ന് പറയണ്ടേ? അവനോട് ഇനി ചെയ്യാനും പറയാനും ഒന്നുമില്ല മത്തായി. മകനാണ് അനന്തരവനാണെന്ന് പറഞ്ഞാൽ കൊന്നാ ജയിലിൽ പോണ്ടേ? ആ പേടിയുമായി ഒതുങ്ങി കഴിയാണ് ഞങ്ങൾ. മത്തായി പോകുന്നു കൊച്ചമ്മേ. ഇനി ഇവനെ ഇങ്ങനെ വിട്ടാ പറ്റില്ല ചേട്ടാ. എന്തെങ്കിലും തീരുമാനിച്ചാൽ മതിയാവൂ. എന്ത് തീരുമാനിക്കാനാ? നാട്ടുകാരെ കരിഞ്ഞെങ്കിലും ആ അസുരസന്തതിക്ക് വിഷം കൊടുത്തങ്ങോട്ട് കൊല്ല. എന്നിട്ട് നമ്മളും ചാവുക. അതാ ഇനി ചെയ്യേണ്ടത്. ഇനി ഇവനെ
തുടർന്ന് കലാകായിക മത്സരങ്ങളിലെ വിജയികൾക്ക് സമ്മാനദാനം നൽകുന്നതും അതിനുശേഷം കുമാരി രാധിക BSc നയിക്കുന്ന നൃത്ത സംഘത്തിന്റെ നൃത്ത പരിപാടികൾ ഉണ്ടായിരിക്കുന്നതുമാണ്. ആരാര്? കുമാരി രാധിക BSc. ഇവളാര്? വരവായിരിക്കും. ആരായാലും നമ്മളത് പൊളിക്കും. അച്ഛനെ ഇത് ലയൺസ് ക്ലബിന്റെ പരിപാടിയാ. ലയണല്ല, പൂച്ച ക്ലബിന്റെ പരിപാടിയായാലും നമ്മളത് പൊളിക്കും. BSc-കാരി അങ്ങനെ ഡാൻസ് കളിക്കണ്ട. ശരി, പൊതുപരിപാടിയല്ലേ, പൊളിച്ചു കളയാ. അതാണല്ലോ നമ്മുടെ ഒരു ചിട്ട. സാധനം എന്തോന്ന്, നീർക്കോലിയോ തവളയോ? മുളംകുറ്റിയിൽ നീർക്കോലി ആയിക്കോട്ടെ.